आज हम കാൽ के बारे में പഠेंगे. ഇന്ന് നമ്മൾ ടെൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. क्रिया के जिस रूप से उसके होने या करने का समय पाया जाता है उसे काल कहते हैं. ഒരു സംഭവം എപ്പോൾ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സെൻറ്റൻസിലെ ക്രിയകൾ വഴിയാണ്. അപ്പോൾ ഒരു സംഭവം എപ്പോൾ നടന്നു എന്ന് കാണിക്കുന്ന ക്രിയയുടെ രൂപത്തെയാണ് കാൽ, ടെൻസ് എന്ന് വിളിക്കുന്നത്. ഹിന്ദി में 3 काल होते हैं, वर्तमान काल, भूतकाल और भविष्यत काल. ഹിന്ദിയിലും എല്ലാ ഭാഷകളിലും ഉള്ളതുപോലെ തന്നെ 3 ടെൻസുകളുണ്ട്. വർത്തമാൻ കാൽ, പ്രസൻറ്റ് ടെൻസ്, ഭൂത്കാൽ, പാസ്റ്റ് ടെൻസ്, ഭവിഷ്യത് കാൽ, ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ ഇന്ന് നമ്മൾ വർത്തമാൻ കാലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. जिन क्रियाओं का व्यापार अब भी चल रहा है वे वर्तमान काल सी क्रियाएं कहलाती हैं. ഒരു ക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് വർത്തമാൻ കാൽ എന്ന് പറയാം. वर्तमान काल के 3 भेद होते हैं. सामान्य वर्तमान काल, तात्कालिक या अपूर्ण वर्तमान काल और संदिग्ध वर्तमान काल. വർത്തമാൻ കാലിനെയും നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. सामान्य वर्तमान काल, तत्कालिक या अपूर्ण वर्तमान काल और संदिग्ध वर्तमान काल. സാമാന്യ വർത്തമാൻ കാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ അത് ഒരു സെൻറ്റൻസ്, അതായത് ഒരു വർത്തമാൻ കാൽ സാമാന്യ വർത്തമാൻ കാലാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് താഹേ, തേഹേ, തീഹേ എന്നീ വാക്കുകളിലാണോ എന്ന് നമ്മൾ നോക്കണം. അതായത് ഒരു സെൻറ്റൻസ് അവസാനിക്കുന്നത് താഹേ, തീഹേ, തേഹേ, തോഹേ എന്നെല്ലാമാണെങ്കിൽ അവിടെ സാമാന്യ വർത്തമാൻ കാലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലഡ്ക പുസ്തക് പഠിത്താ ഹേ. ആൺകുട്ടി പുസ്തകം വായിക്കുകയാണ്. ഈ സെൻറ്റൻസ് അവസാനിച്ചിരിക്കുന്നത് താഹേ എന്ന ഒരു വാക്കോടു കൂടിയാണ്. ലഡ്കേ പുസ്തക് പഠിത്തേ ഹേ. ഇവിടെ ലഡ്കേ ഒന്നിലധികം പേരുണ്ട്, ഒന്നിലധികം ആൺകുട്ടികൾ ഉണ്ട്. അതുകൊണ്ടാണ് ലഡ്കേ എന്ന് വന്നത്. അപ്പോൾ ബഹുവചനാണ്. ബഹുവചനാകുമ്പോൾ ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് തേഹേ എന്ന ഒരു രൂപത്തിലായിരിക്കും. ലഡ്കി പുസ്തക് പഠിത്തീ ഹേ. പെൺകുട്ടി പുസ്തകം വായിക്കുകയാണ്. ഇത് ഏകവചനാണ്. ബഹുവചനാണെങ്കിൽ ലഡ്കിയാ പുസ്തക് പഠിത്തീ ഹേ. ഈ 2 സെൻറ്റൻസുകളും തീഹേ എന്ന ഒരു രൂപത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. തീഹേ എന്ന ഒരു രൂപത്തിൽ അവസാനിക്കാനുള്ള കാരണം ഇത് സ്ത്രീലിംഗമാണ്. ലഡ്കി, ലഡ്കിയ ഇതെല്ലാം സ്ത്രീലിംഗമായതുകൊണ്ടാണ് തീഹേ എന്ന രൂപത്തിൽ ഈ ഒരു സെൻറ്റൻസ് അവസാനിച്ചിരിക്കുന്നത്. മേ പുസ്തക് പഠിത്താ ഹൂ. ഇവിടെ താഹു എന്ന രീതിയിലാണ് സെൻറ്റൻസ് അവസാനിച്ചിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്. ഒരു സെൻറ്റൻസ് മെയിലാണ് തുടങ്ങുന്നതെങ്കിൽ ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് ഹൂമിലായിരിക്കും. അപ്പോൾ താഹൂം എന്ന് നമ്മളൊരു സെൻറ്റൻസിൻ്റെ അവസാനം കാണുകയാണെങ്കിൽ
അവിടെയും സാമാന്യ വർത്തമാൻ കാലാണ്. തും പുസ്തക് പഠ്തേ ഹോ. ഇവിടെ തും സർവനാമാണ്, നിങ്ങൾ എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് ആ സെൻറ്റൻസ് തേ ഹോ എന്ന രൂപത്തിൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം താഹേ, തേഹേ, തീഹേ, തീഹു എന്നെല്ലാം ആണെങ്കിൽ അവിടെ സാമാന്യ വർത്തമാൻ കാലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തത് താത്കാലിക് വർത്തമാൻ കാൽ. ഇവിടെ സെൻറ്റൻസ് അവസാനിക്കുന്നത് രഹാ ഹേ, രഹേ ഹേ, രഹീ ഹേ, രഹാഹും എന്നെല്ലാമായിരിക്കും. ഒരു സെൻറ്റൻസ് അവസാനിക്കുന്നത് രഹാ ഹേ, രഹേ ഹേ, രഹീ ഹേ, രഹീഹും എന്നെല്ലാമാണെങ്കിൽ അവിടെ താത്കാലിക് വർത്തമാൻ കാലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും രഹാ ഹേ, രഹീ ഹേ, രഹേ ഹേ ഇതിൽ മാറ്റം വരുന്നത് ലിംഗവചൻ നോക്കിയിട്ടായിരിക്കും. സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ, ഏകവചനാണോ ബഹുവചനാണോ, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും സെൻറ്റൻസ് അവസാനിക്കുന്നത് രഹാ ഹേ, രഹീ ഹേ, രഹേ ഹേ, രഹാഹു എന്ന രീതിയിൽ മാറ്റങ്ങൾ വരുന്നത്. താത്കാലിക് വർത്തമാൻ കാലിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. രാം സ്കൂൾ ജാ രഹാ ഹേ. രാം സ്കൂളിൽ പോവുകയാണ്. രഹാ ഹേ, രാം എന്ന് പറയുന്നത് ഏകവചനാണ്, പുല്ലിംഗവുമാണ്. അതുകൊണ്ട് തന്നെ രഹാ ഹേ എന്ന ഒരു വാക്കിലാണ് ആ ഒരു സെൻറ്റൻസ് അവസാനിച്ചിരിക്കുന്നത്. രാം ഓർ രമേശ് സ്കൂൾ ജാ രഹേ ഹേ. ഇവിടെ 2 പേരുണ്ട്, രാം ഓർ രമേശ്, ബഹുവചനാണ്. അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് രഹേ ഹേ എന്ന ഒരു രൂപത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ലത സ്കൂൾ ജാ രഹി ഹേ. ലത സ്കൂളിൽ പോവുകയാണ്. ഇവിടെ സെൻറ്റൻസ് അവസാനിച്ചിരിക്കുന്നത് രഹി ഹേയിലാണ്, കാരണം ലത സ്ത്രീലിംഗമാണ്. മൂന്നാമത്തത് संदिग्ध वर्तमान काल. क्रिया के जिस रूप से वर्तमान में कार्य होने में संदेह पाया जाए उसे संदिग्ध वर्तमान काल कहते हैं. അതായത് ഒരു ക്രിയ നടന്നു കഴിഞ്ഞോ ഇല്ലയോ, ക്രിയ നടക്കുകയാണോ എന്നെല്ലാം നമുക്ക് ഒരു സംശയം തോന്നുന്ന സന്ദർഭത്തിലാണ് സന്ദിഗ്ധ വർത്തമാൻ കാൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഉറപ്പില്ല ആ ക്രിയ നടക്കുകയാണോ എന്ന്, നമുക്ക് ഉറപ്പില്ല, ഒരു സംശയം നിലനിൽക്കുകയാണെങ്കിൽ അവിടെ സന്ദിഗ്ധ വർത്തമാൻ കാലാണ്. സന്ദിഗ്ധ വർത്തമാൻ കാലിൽ സെൻറ്റൻസുകൾ അവസാനിക്കുന്നത് താ ഹോഗ, തേ ഹോഗെ, തീ ഹോഗി എന്നെല്ലാമായിരിക്കും. അതായത് ഒരു സെൻറ്റൻസ് അവസാനിക്കുന്നത് താ ഹോഗ, തേ ഹോങ്കെ, തീ ഹോഗി എന്നെല്ലാമാണെങ്കിൽ അവിടെ സന്ദിഗ്ധ വർത്തമാൻ കാലാണ്. ഉദാഹരണം, ഗോപാൽ കാം കർത്താ ഹോഗ. ഗോപാൽ ജോലി ചെയ്യുകയായിരിക്കും, ഒരു സംശയമാണ്. അപ്പോൾ താ ഹോഗ, ഗോപാൽ കാം കർത്താ ഹോഗ, താ ഹോഗയിലാണ് സെൻറ്റൻസ് അവസാനിച്ചത്. അതിന് കാരണം ഗോപാൽ പുല്ലിംഗ ഏകവചനാണ്. രാം ഓർ രമേശ് കാം കർത്തേ ഹോങ്കെ. രാമും രമേശും ജോലി ചെയ്യുന്നുണ്ടാവും. ഇവിടെ രാം ഓർ രമേശ് 2 പേരുണ്ട്, അപ്പോൾ പുല്ലിംഗ ബഹുവചനാണ്.
പുല്ലിംഗ ബഹുവചനാണെങ്കിൽ അവിടെ തേ ഹോങ്കെ എന്ന രൂപത്തിലായിരിക്കും സെൻറ്റൻസ് അവസാനിക്കുന്നത്. मैं काम करती होंगी, ഞാൻ ജോലി ചെയ്യുകയായിരിക്കും. ഇവിടെ ഹോങ്കി എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. സ്ത്രീലിംഗ ഏകവചനാണ് ഹോങ്കി. ഇതെത്രയുമാണ് വർത്തമാൻ കാലം അതിൻ്റെ 3 ഭേദങ്ങളും.